പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. 2 തിരുവചനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ എടുത്തു വയ്ക്കട്ടെ. വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 24-ാം വാക്യം. വനത്തിലെ ഒലിവ് മരത്തിൽ നിന്ന് നീ മുറിച്ചെടുക്കപ്പെട്ടു, കൃഷി സ്ഥലത്തെന്നല്ല ഒലിവിന്മേൽ പ്രകൃതി സഹജമല്ലാത്ത വിധം ഒട്ടിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ സ്വാഭാവിക ശാഖകൾ അവയുടെ തായ്തണ്ടിൽ വീണ്ടും ഒട്ടിക്കപ്പെടുക എത്രയോ യുക്തം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവീശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 15 വാക്യം 1. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. നമ്മൾ ആ മുന്തിരിച്ചെടിയിലെ ശാഖകളാണെന്ന് തിരുവചനത്തിലൂടെ നാം എല്ലാം അറിയുന്നുവല്ലോ. പക്ഷേ ഇന്ന് കർത്താവ് നമ്മെ ഭരമേൽപ്പിച്ച ഈ തോട്ടങ്ങളും അതിൻ്റെ പൂക്കളും ഉണങ്ങിപ്പോകുന്നു. മാത്രമല്ല, സഭ ചീഞ്ഞ മരം പോലെ വീഴാറായിരിക്കുന്നു എന്നുള്ള സത്യവും നാം അറിയണം. സഭ ക്രിസ്തുവാണ്, പക്ഷേ അത് വീഴരുത്. അവിടെ ഏൽപ്പിച്ച ഈ തോട്ടം ഉണങ്ങരുത്, പൂക്കൾ ഉണങ്ങരുത്. കാവൽക്കാർ സുഖാന്വേഷികളാകുന്നു, പൂക്കളെല്ലാം ഉണങ്ങുന്നു എന്നുള്ള സങ്കടം നാം അറിയണം. ഫലപുഷ്ടമായ ഒരു നാട്ടിലാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത്. അവിടെ എന്തും 100 മേനിയല്ല, അതിലേറെ വിള നൽകും. ഇത് കണ്ട് വേദനയാൽ പൊള്ളുന്ന ശരീരമാണെങ്കിലും ഒരു വേള എൻ്റെ റൂബി ജൂബിലി വർഷത്തിൽ ഓരോ ദിവസവും 210 മിനിറ്റ് ഞാൻ പണിയെടുക്കുന്നത്. ഉണങ്ങരുത്, പൂക്കൾ ഉണങ്ങരുത്, സഭ വീഴരുത്, സൗഖ്യപ്പെടണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. സഭ ക്രിസ്തുവാണ്. മുറിവേറ്റ ഈശോയെ അവിടുത്തെ തിരുവിലാവിൽ തിരുസഭയെ ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ.